ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഈ പറയുന്ന ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് എടുക്കുന്ന പ്രിക്കോഷൻസിനെ പറ്റിയിട്ട് ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഹോസ്റ്റിനെ ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ പങ്കെടുക്കാൻ പോകുന്ന മത്സരാർത്ഥികളെ ബന്ധപ്പെട്ടും പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കണ്ടൊരു കമന്റാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏഷ്യാനെറ്റിൽ തന്നെ ആയിരിക്കുമോ കാണാൻ പറ്റുക എന്ന്. അതിന്റെ ഒരു ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു സീസൺ 7 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏഷ്യാനെറ്റിന് അത് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത 50-50 ആണ്. കാരണം മറ്റൊന്നുമല്ല, ഏഷ്യാനെറ്റിലൂടെ തന്നെയാണ് 1 മുതൽ 6 സീസണുകൾ വരെയും ബിഗ് ബോസ് മലയാളം നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഒരു വർഷത്തിൽ ബിഗ് ബോസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 വരുന്ന സമയത്ത് അത് ഏഷ്യാനെറ്റിന് കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഇപ്പം നമ്മൾ എപ്പിസോഡ്സ് കാണും, അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിങ്ങും അതുപോലെ തന്നെ ഈ പറയുന്ന BB+ ഒക്കെ നമ്മൾ കാണുന്നത് Disney+ ഹോട്ട്സ്റ്റാറിലാണ്. അതായത് ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷനിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഈ ഒരു ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞ ആപ്പിലാണ് ഈ പറയുന്ന ഏഷ്യാനെറ്റിലെ സീരിയലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിനെ ബന്ധപ്പെട്ടിറങ്ങുന്ന സീരീസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ തന്നെ ബിഗ് ബോസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ജനുവരി 1 മുതൽ, അതായത് 2025 ജനുവരി 1 മുതൽ ജിയോ സിനിമ ഈ പറയുന്ന ഹോട്ട്സ്റ്റാറിനെ വാങ്ങുകയാണ്. അതായത് ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ജിയോ സ്റ്റാർ എന്നുള്ള രീതിയിൽ പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് ജിയോ സിനിമ എന്ന് പറയുന്ന ആ ഒരു ആപ്പിൽ നമ്മുടെ സൂര്യ TV സംപ്രേഷണം ചെയ്യുന്ന പല സീരിയലുകളും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രണ്ട് ആപ്ലിക്കേഷനും ഒന്നിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതിൽ ചില സംശയങ്ങളുണ്ട്. കാരണം ഏഷ്യാനെറ്റിനും സൂര്യ TVക്കും അല്ലെങ്കിൽ മറ്റ് ചില ചാനലുകളിലേക്ക് ഈ ഒരു ഷോ പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നുമല്ല, ഈ പറയുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഏറ്റെടുക്കാനായിട്ട് ചാനലുകൾ ക്യൂ ആണ്. കാരണം അവരുടെ ചാനലിന് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്ന ഷോയാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ചാനലിനും ഈ ഒരു ഷോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെത്ര വലിയ പ്രോഗ്രാം ആണെങ്കിലും അത് മാറ്റി വെച്ച് ബിഗ് ബോസിന് വേണ്ടി ഒരു സ്പേസ് കണ്ടെത്താനായിട്ട് നിൽക്കുകയാണ്. ഈ പറയുന്ന ഏഷ്യാനെറ്റ് ആയാലും സൂര്യ TV ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് മെയിൻ സ്ട്രീം ചാനലുകളാണെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 വരുന്ന സമയത്ത് ജിയോ സിനിമയും ഹോട്ട്സ്റ്റാറും ഒന്നിച്ച് ജിയോ സ്റ്റാർ ആയി മാറുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ബിഗ് ബോസിന്റെ സ്ട്രീമിങ്ങിന് മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. തീർച്ചയായിട്ടും ഒരു 50-50 ചാൻസ് ആണ് ഏഷ്യാനെറ്റിന് ഈ പ്രാവശ്യം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന സൂര്യ TVക്ക് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം ചാനലിന് ഈ ഒരു ഷോ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന്റെ കാരണം ഈ പറയുന്ന ഹോട്ട്സ്റ്റാറും ജിയോ സിനിമയും ഒന്നിച്ചുകൊണ്ട് ജിയോ സ്റ്റാർ ആവുന്ന കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ മാറാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചോദിച്ചതുപോലെ തന്നെ ലാലേട്ടൻ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഇല്ല. ഏകദേശം 80% ചാൻസും ലാലേട്ടൻ ഈ പറയുന്ന ഈ എഗ്രിമെന്റിൽ ഒപ്പിടാനായിട്ട് യാതൊരു സാധ്യതയും കാണുന്നില്ല. നമ്മുടെ സത്യനന്ദിക്കാടായിട്ടുള്ള ഒരു ചെറിയൊരു മീറ്റിംഗിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീസൺ 7 മുതൽ ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നില്ല, 6 സീസണുകളായിരുന്നു എൻ്റെ എഗ്രിമെന്റ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും പുതിയൊരു ഹോസ്റ്റിലേക്ക് കൂടി മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വന്ന് നിൽക്കുന്നത്. പക്ഷെ ലാലേട്ടനേക്കാളും ഇംപ്രൂവ് ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാലേ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ലാലേട്ടൻ അത്യാവശ്യം എല്ലാ കണ്ടസ്റ്റൻസിനോടും സ്നേഹത്തോടെയും അതുപോലെ തന്നെ ദേഷ്യപ്പെടേണ്ട സമയത്ത് നല്ല അടിപൊളിയായിട്ട് ദേഷ്യപ്പെട്ടുമാണ് ആ ഒരു കണ്ടസ്റ്റന്റിനെ ഈ ഒരു ഷോയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നല്ല രീതിയിലുള്ള ഹിന്റും കാര്യങ്ങളൊക്കെ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു ആങ്കർ ആയിരിക്കണം വീണ്ടും എത്തേണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്ത് പൃഥ്വിരാജിനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത. പക്ഷേ രാജുവേട്ടൻ ഈ പറയുന്ന ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു താല്പര്യവുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ജയറാമേട്ടനും ഈ പറയുന്ന സുരേഷ് ഗോപി സാറിനും ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ട്. ജയറാമേട്ടൻ വരാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ഈ പറയുന്ന ഏഷ്യാനെറ്റിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം ഒരു 50-50 ചാൻസ് ഏഷ്യാനെറ്റിന് തന്നെയാണ് ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ, അതായത് ഈ ജിയോ സിനിമയും ഹോട്ട്സ്റ്റാറും കൂടി ഒന്നിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരു ചാനലിലേക്ക് ഇത് പോകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്